അപ്പോൾ പലരും നീതീകരണം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് ഞാൻ പരിശോധന ഏറ്റവണാണല്ലോ എന്ന് പറയാറുണ്ടായിരുന്നു. പോലീസ് പറഞ്ഞു, ഇവിടെ പരിച്ഛേദന അഗ്രകർമ്മമൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം. ഞാൻ ഇന്നലെ ഒരു 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 ഫാമിലിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വളരെ ഭക്തരായ ഒരു ഫാമിലിയാണ്, വളരെ വിശ്വാസികളാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ അവരുടെ മക്കളുടെ കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒത്തിരി ഉപവസിക്കുന്നുണ്ട്, അവനെ ഒത്തിരി അത് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത് എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി, ഒത്തിരി ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കത്തുള്ളൂ. നല്ലൊരു വലിയ ഹൈ പോസ്റ്റിലിരിക്കുന്ന ഒരാളാട്ടോ അയാൾ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ രണ്ടാം തലമുറയ്ക്കും മൂന്നാം തലമുറയ്ക്കും പറ്റിയൊരു പരാജയം, അവർ ചെയ്യുന്നത് പലതും അവരുടെ മതത്തിൻ്റെ ആചാരമായിട്ടങ്ങ് മാറിയിരിക്കുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഉപവസിക്കണം, ദാറ്റ്സ് ഓൾ. ഇന്ന് ഞായറാഴ്ചയാണ്, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അല്ലാതെ ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ അവർക്ക് ഉണ്ടായിട്ടില്ല. നല്ല പിള്ളേരാ, നല്ല പിള്ളേരാ. ഒരുത്തൻ മുസ്ലിം ആവണമെങ്കിൽ 7 പ്രാവശ്യം നിസ്കരിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന പോലെ പെന്തിക്കോസ്തുകാരനായിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൊച്ചുനാളിലെ നമ്മളതിങ്ങനെ കേട്ടും പഠിച്ചും പറയുന്നത് അതൊരു നമ്മുടെ മതത്തിൻ്റെ ഒരു ആചാരമായിട്ട് മാറി. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ആൻസർ. അപ്പോൾ അവസാനം പറഞ്ഞു, ശരിയാ പാസ്റ്റർ പറഞ്ഞു, 100% ശരിയാന്ന് പറഞ്ഞു. അവർ എവിടെ പോയാലും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചിട്ടവട്ടങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് സമയത്തിൽ എല്ലാം ചെയ്യുന്നുണ്ട്. രാത്രി കുടുംബ പ്രാർത്ഥന ആ സമയം 7 മണിയാകുമ്പോൾ എല്ലാവരെയും കുടുംബ പ്രാർത്ഥന ഒക്കെ ചെയ്യുന്നു. അതൊരു 7:30 ആവാൻ പോലും സമ്മതിക്കത്തില്ല. 7:30 ആയാൽ അതിനെ ചൊല്ലി വഴക്കാം. എടാ 7 മണിക്കുള്ള ഒരു കാരണം വെച്ചാൽ 7:30 ആയിപ്പോണ്ട് ഇത് വഴക്ക് കൂടുന്നതിനാ. അപ്പോൾ ഇതെന്തുവാ, ആ കറക്റ്റ് ടൈം തെറ്റിച്ചതിൻ്റെ. അപ്പോൾ ഇത് ഒരു ചടങ്ങായിട്ട് മാറി. ദൈവമായിട്ട് അവിടെ എന്തോ ഉണ്ടായെന്നറിയാമോ? അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിലയിലിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൻ്റെ പാളിച്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ പെന്തക്കോസയെ വേണ്ടാന്ന് പറഞ്ഞേച്ച് ഇപ്പം എങ്ങും ആരാധനയ്ക്കും പോകത്തില്ല. തന്നെ ദിവസം വായിക്കും, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും, ബാക്കി ഒന്നുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നാ, ദൈവവുമായിട്ട് ഒരു ബന്ധം ജീവിതത്തിൽ ഇല്ലാതായി തീർന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ സാക്ഷ്യം എഴുതുന്ന സമയത്ത് എൻ്റെ അനുഭവങ്ങൾ എഴുതുന്നത്, ആസ്യക്കാർ എല്ലാം എന്നെ വിട്ടുപോയി എന്ന് പൗലോസ് പറഞ്ഞു. ഏഷ്യ മുഴുവൻ സുവിശേഷം പറഞ്ഞവനാ. ഇനി എനിക്ക് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, റോമിലോട്ട് വരുന്നതെന്ന് പറഞ്ഞ പുള്ളി ഏഷ്യ മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് ഒത്തിരി സഭകൾ സ്ഥാപിച്ച ആ മനുഷ്യനെ താൻ സ്ഥാപിച്ച സഭക്കാരെല്ലാം കൂടെ തള്ളിക്കളഞ്ഞ ദിവസം. താൻ എന്നിട്ട് എഴുതുക ക്രിസ്തു, അതിനൊക്കെ ശേഷം റോമാലേഖനം വരുന്നേ, താൻ എഴുതുക ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. അത് ഞാൻ നേടിയ വിശ്വാസിയാണേലും ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ശുശ്രൂഷകനും എന്നെ വിട്ടുപോയാലും ആസ്യക്കാർ മുഴുവൻ എന്നെ വിട്ടുപോയെന്നാണ് പോലീസ് പറഞ്ഞത്. എത്ര വേദനാജനകമാണെന്ന് അനുഭവം നോക്കിയത്. നിങ്ങൾ വിചാരിക്കും നാളെ ഈ സഭ മുഴുവനും എന്നെ തള്ളി പറയാമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വേദനയായിരിക്കും എന്നറിയാമോ?
എന്നിട്ടും പൗലോസ് പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ആരെക്കൊണ്ട്. കാര്യം എന്നാ? ഒരു ഡമാസ്കസ് എക്സ്പീരിയൻസ്. ഡമസ്കൂസിൻ്റെ പടിവാതിൽക്കൽ ക്രിസ്തുവുമായിട്ടാണ് അവൻ ബന്ധം സ്ഥാപിച്ചത്, സഭയായിട്ടല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെയൊക്കെ പിള്ളേർക്ക് പറ്റിയേക്കുന്ന പ്രശ്നം അതാണ്. They are attached to the church or attached to the leadership, not to Christ. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ അവരാകെ അങ്ങ് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് അങ്ങ് പുറകോട്ട് പോവുക. നോ, ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദിസ്. ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞെ ദൈവം എന്തോ ചെയ്തു? അപ്പം ജീവിതത്തിൽ നമുക്ക് ദൈവവുമായിട്ടാണ്. ശരിയാണ്, അതിലേക്ക് നമ്മെ വഴി നടത്തിയ അനേക ആളുകൾ കാണും. അനേക ആളുകളെ ദൈവം അതിനെ ഒരു മുഖാന്തരങ്ങളായിട്ട് ഉപയോഗിച്ച് കാണും. പക്ഷെ വൺസ് യു ആർ കണക്റ്റഡ്, മെയിൻ ലൈനുമായിട്ട് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈൻമാൻ്റെ കാല് പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ആർ ഓൾറെഡി കണക്റ്റഡ് വിത്ത് ദ, അല്ലേ? സംഗതി ശരിയാണ്. പുള്ളിയാണ് എന്ത് ചെയ്ത് തന്നെ കണക്ട് ചെയ്ത് തന്നെ. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. Am I abiding in Christ? ഞാൻ ക്രിസ്തുവിലാണോ വസിക്കുന്നത്? ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഹിം? ക്രിസ്തുവുമായിട്ടാണോ എൻ്റെ ബന്ധം മുഴുവനുള്ളത്? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തളരില്ല, ഒരിക്കലും പതറില്ല, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകില്ല. മേക്ക് ഷുവർ വി ആർ കണക്റ്റഡ് വിത്ത് ദ റൂട്ട്സ്. അപ്പം നീതീകരണം, അപ്പം കേവലം പരിച്ഛേദനയേറ്റു എന്നുള്ളത് കൊണ്ട് അവൻ നീതീകരിക്കപ്പെട്ടു എന്നുള്ള തെളിവില്ല. അതായിരുന്നു യഹൂദൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ പരിച്ഛേദനയേറ്റ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. പൗലോസ് അപ്പോസ്തലൻ അവസാനം കൊണ്ട് സ്ഥാപിച്ചു, ഹൃദയ പരിച്ഛേദനയാണ് നമുക്കിവിടെ ആവശ്യം. അങ്ങനെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിച്ചു, കർമ്മമാർഗത്താലല്ല. ഇനി 5, 6, 7, 8 അധ്യായങ്ങൾ ഭാഗം 2 റോമാലേഖനത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് കയറുകയാണ്. അവിടെ നീതീകരണം പ്രാപിച്ചവർക്ക് വന്നിരിക്കുന്ന അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇതാണ് ഈ 4 അധ്യായങ്ങളിൽ പൗലോസ് പ്രതിപാദിക്കാൻ പോകുന്നത്. നീതീകരണം പ്രാപിച്ചിരിക്കുന്ന, അപ്പം ഭാഗം 2 നോട്ട്സ് എഴുതിയെടുക്കുന്നവർ ഭാഗം 2 അധ്യായം 5, 6, 7, 8 ആ 8 അധ്യായങ്ങളുടെ ഒരു സമ്മറി ഇപ്പം ഞാൻ തരും. അതിനുശേഷം ഒന്നൊന്നായിട്ട് നമ്മൾ പോകും. കാരണം ഇത് ഒന്നിച്ചങ്ങ് പോകേണ്ട ഒരു പാക്കേജാണ്. അപ്പം നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭ്യമായിരിക്കുന്ന 4 അനുഗ്രഹങ്ങളും അനുഭവങ്ങളും. 1, ഇതെഴുതിയോ? നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭ്യമായിരിക്കുന്ന 4 അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ. അനുഗ്രഹങ്ങൾ എന്നൊരു ഡാഷ് ഇങ്ങനൊരു വരയിട്ടിട്ട് എഴുതിയാൽ മതി. 1, അവൻ ദൈവ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തത്, ദൈവ കോപത്തിൽ നിന്ന്. അതാണ് 5-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. 5-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്നത് നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇനി ദൈവ കോപത്തിന് അടിമയല്ല, അവൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഹി ഫ്രീ ഫ്രം ദ റാത്ത് ഓഫ് ഗാഡ്. 6-ാം അധ്യായത്തിൽ
He is free from the power of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പാപത്തിന്റെ അധ്യായം 6. അങ്ങനെയാ നമ്മൾ പഠിച്ചു പോകും. 7-ാം അധ്യായത്തിൽ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ, കാരണം നമ്മളിപ്പം ന്യായപ്രമാണത്തിന് കീഴിലല്ല, നമ്മൾ കൃപയുടെ കീഴിലാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് ഇപ്പം നമ്മുടെ മേലെന്തില്ല, ഒരധികാരമില്ല. ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ ഇനി ശിക്ഷിക്കപ്പെടത്തില്ല. ന്യായപ്രമാണത്തിൻ്റെ ശാപങ്ങൾക്കും എൻ്റെ മേലെ നീന്തില്ല, ഒരധികാരമില്ല. 4-ാമത്തത്, നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അധ്യായം 8. ഈ 4 കാര്യങ്ങളാണ് പൗലോസ് തുടർന്നുള്ള 4 അധ്യായങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇനി നീതീകരണത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു? എല്ലാവരും പാപം ചെയ്ത് ദൈവത്തില്ലാത്തവരായിത്തീർന്നു. നീതീകരണത്തിൻ്റെ മാർഗം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. നീതീകരണം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന അനുഭവങ്ങൾ: 1, ദൈവകോപത്തിൽ നിന്നുള്ള വിടുതൽ. 2, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. 3, ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ശാപത്തിൽ നിന്നുള്ള വിടുതൽ. 4, മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് നാം കടന്നിരിക്കുക. ഇനി 9, 10, 11 അധ്യായങ്ങളാണ് ഈ അടുത്തൊരു ഭാഗം. അതൊരു ബ്രാക്കറ്റ് ഇട്ട് ഇതിൻ്റെ ഇത്രയും പറഞ്ഞു വന്നപ്പം പൗലോസിനോട് ചോദിച്ചു, അപ്പോൾ ഈ യഹൂദന്മാരുടെ കേസ് എന്തുമായിരിക്കും? എങ്ങനായിരിക്കും അവരുടെ കാര്യം ദൈവം കാര്യം ചെയ്യാൻ? കാരണം അവരൊരു പ്രത്യേക ജാതിയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അതിനൊരു ഉത്തരമാണ് ഈ 9, 10, 11 അധ്യായങ്ങളിൽ പൗലോസ പറയുന്നത്. കാരണം അതൊരു പ്രത്യേക ജനമായതുകൊണ്ട് ന്യായമായിട്ട് ആ ഒരു വിഷയം പൗലോസിനെ അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 12, 13, 14, 15, 16 അധ്യായങ്ങളിൽ ഈ അനുഭവം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾ പ്രായോഗികമായി ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, ദ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. ഇതെല്ലാം തിയറിയാണ്, ഇതെല്ലാം തിയോളജിക്കൽ പാർട്ട്, ദൈവശാസ്ത്രപരമായ അനുഭവങ്ങളാണ് ഇതെല്ലാം. ആ വ്യക്തി എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നാണ് 12 മുതലുള്ള അധ്യായങ്ങളിൽ പൗലോസ് വിശദമാക്കുന്നത്. 12-ാം അധ്യായം തുടങ്ങുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് സഹോദരന്മാരെ, ഏതുകൊണ്ട് നിങ്ങൾ ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരും പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരും ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നവരാകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ഉള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ കാരണങ്ങളാൽ
അപ്പോൾ റോമാലേഖനം നമ്മൾ പ്രസംഗിക്കുമ്പം 12-ാം അധ്യായം പ്രസംഗിക്കുമ്പം ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലില്ലെങ്കിൽ ഒരു പിടിയും കിട്ടില്ല. കാരണം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ ഇതിനെ അധ്യായവും വാക്യമൊക്കെ ആയിട്ട് തിരിച്ചത്. പൗലോസ് ഇങ്ങനെ എഴുതി പോരുമായിരുന്നു ഖണ്ഡികയായിട്ട്. എന്നിട്ട് അവിടെ വരുമ്പോൾ പറയുന്നു, therefore my brethren, അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ. ഏതുകൊണ്ട്? നിങ്ങൾ ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാ, നിങ്ങൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാ, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ വിടുതൽ പ്രാപിച്ചവരാ, നിങ്ങൾ ദൈവജീവങ്കിലേക്ക് കടന്നവരാ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. നിങ്ങൾ ഈ ലോകത്തിന് ഒരിക്കലും എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. കാരണം നിങ്ങളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. നിങ്ങൾ വസിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. അതുകൊണ്ടാണ് ചിലരെയൊക്കെ ചില കോലത്തിൽ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നത്. ഇപ്പം വിശ്വാസി തന്നെ ആന്നോ? ഇതെന്താ ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇതെന്താ ഇവൻ ഇങ്ങനെ പെരുമാറുന്നേ? എവിടോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, എവിടോ സംതിങ് എന്തോ എവിടോ ഉണ്ട്. പൗലോസ് ഇത് പറയുന്ന ഓർത്തോണം, ഇറങ്ങിയ ചൂടിന് പറഞ്ഞതല്ല ഇത്. വർഷങ്ങൾ സുവിശേഷ വേലയിൽ കിടന്നിട്ട് കുറേ കണ്ടും അനുഭവിച്ചും എഴുതിയ ഇതാ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, നോക്കാം നമുക്കിനി 5-ാം അധ്യായത്തിലോട്ട് വരാം. നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ലഭിച്ചേക്കുന്ന അനുഗ്രഹം ദൈവകോപത്തിൽ നിന്നുള്ള വിടുതൽ. കാരണം പാപം ചെയ്ത് ജീവിച്ചിരുന്ന നീ ദൈവകോപത്തിന് മാത്രം യോഗ്യനായിരുന്നു. ദർ ഇസ് നത്തിങ് എൽസ് യു ക്യാൻ എക്സ്പെക്ട്. നിനക്ക് പ്രതീക്ഷിക്കാൻ വേറെ ഒന്നുമില്ലായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, കോപപാത്രങ്ങളായിരുന്നു നീ. ദൈവകോപത്തിന് മാത്രമേ നിനക്ക് യോഗ്യതയുള്ളായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീ നീതീകരിക്കപ്പെട്ടതോടെ ആദ്യം സംഭവിച്ചത് ദൈവകോപത്തിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ചു. 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതല്ലേ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ഇതിൽ ആദ്യം അവൻ അനുഭവിക്കുന്ന അറിയാമോ? പീസ് വിത്ത് ഗാഡ് ആൻഡ് പീസ് ഓഫ് ഗാഡ്. അവന് ദൈവത്തോടും സമാധാനമുണ്ട്, അവനിൽ ദൈവിക സമാധാനമുണ്ട്. ഈ ദൈവിക സമാധാനത്തിനുള്ള ഗുണം എന്നാണെന്നറിയാമോ? സകല ബുദ്ധിയെയും കവിയുന്നതായത്. The world cannot understand. നമുക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവവുമായിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുക? നിരന്നു കഴിഞ്ഞു. കാരണം ദൈവം വെച്ച വ്യവസ്ഥ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? അനുസരിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ആ വ്യവസ്ഥ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവകോപം നമ്മളിൽ നിന്ന് എന്ത് ചെയ്തു? മാറിപ്പോയി. നമുക്ക് ദൈവത്തോട് സമാധാനം, ദൈവത്തോടുള്ള സമാധാനം നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിൽ ദൈവിക സമാധാനം വ്യാപരിക്കാൻ തുടങ്ങി. നമുക്ക് വായിക്കാം. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഏത് കൃപ? ദൈവിക സമാധാനം അനുഭവിപ്പാൻ കഴിയുന്ന ഇറ്റ് ഇസ് എ ഗ്രേസ്. അതൊരു ദൈവത്തിൻ്റെ കൃപയാപ്പാ. അതൊരു ദൈവത്തിൻ്റെ കൃപയാ, സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് അല്ലേ? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, ആരെ? യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഏത് കൃപയിലേക്ക്? ദൈവിക സമാധാനം അനുഭവിക്കുക എന്നുള്ള ഈ കൃപയിലേക്ക്, ഈ അനുഭവത്തിലേക്ക്.
യേശു ക്രിസ്തു മൂലം നമുക്ക് പ്രവേശനം ലഭിച്ചു. അത് തന്നെയല്ല, പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ ഞാൻ നമുക്കിനി വെളിപ്പെടാൻ പോകുന്ന, നമ്മളിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു ദൈവ തേജസ്സുണ്ട്. പിന്നാലെ പൗലോസ് പറയുന്നുണ്ട്, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി സൃഷ്ടി മുഴുവനും, അവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, സൃഷ്ടി മുഴുവനും അപ്പം നമ്മളിൽ വെളിപ്പെടുവാനുള്ള ദൈവ തേജസ്സിൻ്റെ പൂർണ്ണത, അല്ലെങ്കിൽ നമ്മുടെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പെന്ന ആ അനുഭവം, അതിലാണ് ഇപ്പം ഞാൻ പ്രശംസിക്കുന്നത്. പ്രത്യാശയിൽ ഞാൻ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, കാരണം ഇറ്റ് വിൽ ഹാപ്പൻ. ഇവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട്. ഈ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, നീതീകരണത്തിന് മുൻപ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നെന്നും നീതീകരണത്തിന് ശേഷമുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നും പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ചങ്ങ് തീർത്തിട്ട് പോവാം, എന്നാലേ അത് കിട്ടത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. വളരെ പവർഫുള്ളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന എന്തുവാ? സ്നേഹമല്ല, ബാക്കി ഒന്നുകൂടെ വായിച്ചേ. ദൈവത്തിൻ്റെ സ്നേഹം. അവിടെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ സ്നേഹമാ. എന്തുവാ ആ സ്നേഹത്തിന് ഉള്ള ഗുണം? ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഏത് പാപിയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത് എന്തുവാ? വർഗീയ സ്നേഹമല്ല. എനിക്കതാ ഈ ചിലർ ഈ വലിയ ദൈവസ്നേഹം പറയുന്നവർ ഇങ്ങനെ ആളുകളെ വേർതിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ദൈവസ്നേഹം തന്നെ ആണോ ഇവനിലുള്ളതെന്ന് എനിക്ക് സംശയമാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത് ദൈവസ്നേഹമാണ്. ഏത് ഭക്തനെ സ്നേഹിക്കാൻ, ഏത് ഭാവിയെ സ്നേഹിക്കാൻ, ഒരു വ്യക്തിയെ നേടേണ്ടതിന് വേണ്ടി ഏത് അറ്റം വരെ പോകാൻ, അതാ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നത് ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിന് ആ സ്നേഹത്തിനെ മാത്രം പറയുന്നൊരു പദമാണ് അഗാപ്പെ എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ നമുക്ക് മലയാളത്തിൽ അതിന് കറക്റ്റ് വാക്കില്ലാതായിപ്പോയി. അത് ദൈവസ്നേഹത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. സ്നേഹത്തെ പ്രതിപാദിക്കുന്ന പല വാക്കുകളുണ്ട്, മലയാളത്തിലുണ്ട്. ഇഷ്ടം, അത് സ്നേഹത്തിൻ്റെ ഒരു വകഭേദ. പ്രിയം, അതൊരു വകഭേദ. പ്രേമം, അതും ഒരു വകഭേദം തന്നെ. നമ്മളാരും അപ്പനോട് പറയും എനിക്ക് അപ്പനെ ഒത്തിരി പ്രേമാന്ന് പറയാറില്ല, എനിക്ക് അമ്മ പറയില്ല. അതൊരു വേറൊരു തലത്തിലുള്ളൊരു സ്നേഹമാണ്, അതൊരു വൈകാരിക സ്നേഹമാണ്. ഗ്രീക്ക് ഭാഷയിലെ ഓരോ സ്നേഹത്തിനും, മാതാപിതാക്കളുടെ സ്നേഹത്തിന്, മൃഗങ്ങളോടുള്ള സ്നേഹത്തിന്, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്, നിർഭാഗ്യവശാൽ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താൻ മലയാളത്തിലൊരു പദമില്ലാതായിപ്പോയി. അതിന് ഏറ്റവും നല്ല പദം അഗാപ്പെ എന്നുള്ള പദം തന്നെയാണ്. ആ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ നൽകപ്പെട്ടത് ഏതാ? ആ അഗാപ്പയാ. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസ്റ്റില്ല, കളറില്ല, ക്രീഡില്ല, നാഷണാലിറ്റി ഇല്ല, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഇല്ല, ഒന്നുമില്ല. ആ സ്നേഹം നിന്നെ എത്ര അറ്റം വരെ എന്തു ചെയ്യും? കൊണ്ടുപോകും. അതാ ഒരു പാട്ടുകാരൻ അങ്ങനെ പാടിയിട്ടുണ്ട്,
പാപിയാം എന്നെ തേടി നീ, ക്രൂശ് വരെയും താണു നീ, ജീവനും നൽകി സ്നേഹിപ്പാൻ എന്ത് നന്മ നീ എന്നിൽ കണ്ടു. നിൻ മഹാസ്നേഹം യേശുവേ എൻ മനസ്സിനഗാധമേ. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകും. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത് അഗാപ്പെ അല്ല, വർഗസ്നേഹമായിരിക്കും. വേണമെങ്കിൽ നമ്മുടെ വർഗത്തെ മാത്രം നമ്മൾ സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയോടുള്ള സ്നേഹമായിരിക്കും, നമ്മുടെ വർഗത്തോട്, നമ്മുടെ ആളുകളോട്. ദൈവസ്നേഹമാണോ നമ്മൾ പകർവിട്? അവൻ ലോകത്തെ സ്നേഹിച്ചെന്നാണ് പറഞ്ഞത്. ആ സ്നേഹമാണ് നമ്മളിൽ പകർന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രൂശിൽ കാണുന്നത്. എന്ത് ത്യാഗം ചെയ്യാൻ, ഒരു ജീവിതത്തെ നേടാനായിട്ട് എന്ത് ത്യാഗം ചെയ്യാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകപ്പെട്ട അതിൻ്റെ ആ അഗാപ്പയുടെ ഡിഫറെൻറ്റ് സൈഡ്സ് ഓഫ് ദ അഗാപ്പെ ലവ്, ആ അഗാപ്പയുടെ അല്ലെങ്കിൽ ആ ദൈവസ്നേഹത്തിൻ്റെ പല വിശദീകരണങ്ങളാ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, ദൈവസ്നേഹം എന്നുള്ളതിൻ്റെ ആ സൈഡിൽ വേണമെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ തന്നെ എഴുതിക്കോ, 1 കൊരിന്ത്യർ 13. അതെന്തുവാ? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ആ സ്നേഹം എന്നുള്ളത് അഗാപ്പെ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. ഇതാണ് അഗാപ്പെ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ, നിർവചനം. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന നമ്മളിൽ കേവലം അന്യഭാഷയും കയ്യടിയും മാത്രമല്ല ഇതാ പകർന്നിരിക്കുന്നത്. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ദുരുപദേശക്കാരാവും. അപ്പോൾ മലയാളം 5-ാം അധ്യായത്തിലോട്ട് മടങ്ങി വരാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. എന്നിട്ട് 6-ാം വാക്യം, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. അടുത്ത വാക്യം കൊണ്ട് പോയി, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. നീതിമാന് വേണ്ടി ആരും ചാവൊന്നും പോകത്തില്ല, പക്ഷെ അവനെ കൊണ്ട് വല്ല ഗുണമുണ്ടെങ്കിലോ 2 അടി ഉണ്ടായാലും കുഴപ്പമില്ല, വീട്ടുകാർ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഗുണവാന് വേണ്ടി അയാൾ വലിയ നീതിമാനാണ്, ആരും ആൾക്ക് വേണ്ടി ഒന്നും സഹിക്കാൻ തയ്യാറാകത്തില്ല. ആ മനുഷ്യനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വേണ്ടി സഹിക്കാൻ ആളുകൾ തയ്യാറായിരിക്കും. നമ്മെ കൊണ്ട് എന്തോ ഗുണം കിട്ടിയിട്ടാ തമ്പുരാൻ ഇതെല്ലാം സഹിച്ച് നമ്മെ വീണ്ടെടുത്ത് അന്ന് തൊട്ട് മൂപ്പർക്ക് ഭാരമാണ് അല്ലേ എന്ന് പറഞ്ഞാൽ തരണേന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുക. വളരെ പോലും പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി തൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്ര അധികമായി നിരപ്പ് യോജിക്കുന്നു. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പൗലോസോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്.
എല്ലാം കൂടെ ഞാനൊന്ന് ചുരുക്കി നിങ്ങൾക്ക് ഇടാൻ തരാൻ ശ്രമിക്കാം. ആദ്യത്തേത് നമ്മുടെ നിരപ്പിന് മുമ്പും നിരപ്പിന് ശേഷമുള്ള അവസ്ഥ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നാം നിരപ്പിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ ആരായിരുന്നു, നമ്മൾ എങ്ങനായിരുന്നു? 6-ാം വാക്യത്തിൽ പറയുന്നു, നാം ബലഹീനർ. എന്തുകൊണ്ടാണ് നാം ബലഹീനർ എന്ന് പറയാൻ കാരണം? ഇങ്ങനെ രോഗം വന്ന് ഏറ്റെടുക്കാൻ വയ്യാത്ത ഒരാളായതുകൊണ്ടാണോ? കർത്താവിൽ പ്രിയ ഇരുമ്പാസനെ പോലെ ഇരുന്നുകൊണ്ടാണോ? അല്ല. ബലഹീനരായി ന്യായപ്രമാണത്തിലുള്ളത് പ്രവർത്തിക്കാനും കഴിഞ്ഞില്ല, മനസാക്ഷി തന്നതും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, പ്രകൃതി വെളിപ്പെടുത്തി തന്നതും ദൈവം തമ്പുരാൻ ഒന്നും നമ്മളെ കൊണ്ട് കറ്റിയിട്ടില്ല. അങ്ങനെ എന്തുവാ, ഇതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു ബലഹീനരായിരുന്നു. അല്ലാതെ ശാരീരിക ബലഹീനതയെക്കുറിച്ച് അല്ലോട്ടെ പറയുന്നേ. അത് വളരെ ശ്രദ്ധിച്ചോണം. ഇവിടെ ബലഹീനം നമ്മളെ വിളിക്കാൻ കാരണം തന്നെ നമുക്ക് ന്യായപ്രമാണം പാലിക്കാൻ കഴിയുന്നില്ല, നമുക്ക് മനസാക്ഷിയിൽ ദൈവം തന്ന പ്രമാണത്തെ പാലിക്കാൻ കഴിയുന്നില്ല, പ്രകൃതിയിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്ന സനാതന സത്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പാലിക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നമ്മെ ബലഹീനരെന്ന് വിളിച്ചത്, അല്ലാതെ രോഗിയും ആയതുകൊണ്ടല്ല. നമ്മൾ ബലഹീനരായിരുന്നു. വീണ്ടും 6-ാം വാക്യം, അഭക്തരായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദൈവമെന്നോർത്ത് ആരാധിക്കുവാനോ മഹത്വീകരിക്കുവാനോ കഴിയാത്ത ഒരു കൂട്ടം ജനരായിരുന്നു. അടുത്തത് പാപികളായിരുന്നു. പാപി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ? പാപി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ ശരിക്ക്? പാപത്തിൻ്റെ ഗ്രീക്ക് പദം എന്തുവാ? ഹമാറ്റിയ, ലക്ഷ്യം തെറ്റിയവർ. അതുകൊണ്ടല്ലേ പറയുന്നത്, എല്ലാവരും എന്തോ ചെയ്തു, വഴിതെറ്റി ഒരുപോലെ കൊളരാത്തവരായി തീർന്നു. വഴിതെറ്റിയതല്ല. ഹമാറ്റിയ എന്ന പദത്തിൻ്റെ അർത്ഥം ലക്ഷ്യം, ഉന്നം പിഴച്ചവരാ. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അത് തെറ്റുമ്പോഴാണ് ഹമാറ്റിയ എന്ന് വിളിച്ചു പറയുന്നത്. ലക്ഷ്യം തെറ്റിയവർ. തൽഫലമായി എന്തായി തീർന്നു? ദൈവകോപത്തിന് അധീനരായിരുന്നു, ദൈവത്തിൻ്റെ ശത്രുക്കളും. 5 വിശേഷതകളാണ് നമുക്ക് ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമുക്കുണ്ടായേ. എഴുതിയോ? വേണമെങ്കിൽ ഒരു ഡയഗ്രാം പോലെ വരച്ചോ. ഇങ്ങനെ നീതീകരണത്തിന് മുൻപും പിൻപും ഉള്ള നമ്മുടെ അവസ്ഥ. ക്രിസ്തുവിന് മുമ്പും പിൻപും എന്നൊക്കെ പറയുന്ന പോലെ നീതീകരണത്തിന് മുൻപ്, നീതീകരണത്തിന് ശേഷം. പറഞ്ഞോ അതുപോലെ 1 പറഞ്ഞു. നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തുവായിരുന്നു? നീതീകരണത്തിന് മുമ്പ് നാം ബലഹീനർ. എത്രാം വാക്യത്തിലാണ് അത് പറഞ്ഞേക്കുന്നേ? 6-ാം വാക്യം. 2 അഭക്തർ. 3 പാപികൾ. 4 ദൈവകോപത്തിന് അധീനർ. 9-ാം വാക്യം. ഇല്ലേ? അങ്ങനെയില്ലയോ? അഞ്ച് ശത്രുക്കൾ. ഇതായിരുന്നു നീതീകരണത്തിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ.
യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചതെന്നാ? ആദ്യം അല്ല, ഒന്നാം വാക്യം അല്ല, സമാധാനം അല്ലേ? അങ്ങനല്ലേ ഒന്നാം വാക്യം പറയുന്നേ? ആദ്യം നമുക്ക് ലഭിച്ചത് എന്തുവാ? സമാധാനം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ലഭിച്ചേ. ഒന്ന്, ദൈവത്തോട് സമാധാനം. രണ്ട്, ദൈവത്തിൻ്റെ സമാധാനം. ഒന്ന് പീസ് വിത്ത് ഗാഡ്, മറ്റേത് പീസ് ഓഫ് ഗാഡ്. ഇത് രണ്ടും രണ്ടാ. ഒന്ന് പീസ് വിത്ത് ഗാഡ് ആൻഡ് പീസ് ഓഫ് ഗാഡ്. ഞാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അറിയാം. ദൈവത്തിങ്കലുള്ള വിശ്വാസമുള്ളവരുണ്ട്, ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരുണ്ട്. ദൈവത്തിങ്കലുള്ള വിശ്വാസം എന്തുവാ? എൻ്റെ ദൈവം സർവ്വത്തിനും മതിയായവൻ, അവനെല്ലാം ചെയ്യും. ദൈവത്തിൻ്റെ വിശ്വാസം നിന്നിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകട്ടെ. ലാസ്റ്ററെ പുറത്തു വാ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ദിവസം ആരാധന കഴിഞ്ഞ് പോയപ്പോഴാണ് എനിക്ക് അതിന് റിപ്പോർട്ട് കിട്ടിയത്. അതിന് മുമ്പിലത്തെ ദിവസം അവർ വന്ന് പറഞ്ഞു, പാസ്റ്റർ ഹസ്ബൻഡിൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു അനക്കവും ഇല്ല, 60 വയസ്സ് കഴിഞ്ഞാൽ അവിടെ വിസ അടിച്ച് കിട്ടുന്ന വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം കൊടുത്തിട്ടാണെന്ന് വെച്ചാൽ നാളുകളോളായി. കൊറോണ ഒന്നും കിട്ടിയിട്ടില്ല. അയാൾക്ക് മുമ്പിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റർ ഇത് കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഒറ്റയാഴ്ചയൊക്കെ വിസ കിട്ടുമെന്ന് പറഞ്ഞു. ഒറ്റയാഴ്ചയ്ക്കാവും. ശനിയാഴ്ച വൈകുന്നേരം വിസ അടിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളി ഞായറാഴ്ച രാവിലെ അറിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ശനിയാഴ്ച വൈകുന്നേരം വിസ അടിച്ച് കഴിഞ്ഞു. ഞാൻ ആരാധനയായിരുന്നു. പുള്ളി ഇത് ഭർത്താവ് വിളിച്ച് പറഞ്ഞ സന്തോഷത്തിൽ ആരാധനയ്ക്കാണെന്ന് പോലും ഓർക്കാതെ എന്നെ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാധനയാണ്, വിശ്വാസിയല്ല, ആരാധനയ്ക്കാണെന്ന് അറിയാമല്ലോ പുള്ളിക്ക്. അപ്പോൾ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഇത് കിട്ടിയ സന്തോഷം കൊണ്ട് സമയമൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, നോക്കിയില്ല, ഞാൻ വിളിച്ചതാ. പിന്നെ വോയിസ് മെസ്സേജ് ഇട്ടെടുക്കാനായപ്പോൾ. എൻ്റെ ഇവിടുത്തെ ഡിഫറൻസ് എന്തുവാ? ദൈവത്തിൻ്റെ വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസമാണെങ്കിൽ അത് അവൻ ചെയ്യും. ഇത് നീയാ ചെയ്യുന്നേ. ഉണ്ടാകട്ടെ, അത് സംഭവിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നില വന്നാലോ? സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് അല്ലേ? പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിൽ വെള്ളം മുഴുവൻ ആകെ, എന്നാലും ഞാൻ കുലുങ്ങി പോകത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കുലുങ്ങി പോകത്തില്ല. നീതീകരിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് അനുഭവമായി പറയുന്നത്, എന്തു വേണമെങ്കിലും നടക്കട്ടെ, ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദാനിയേൽ പ്രവൃത്തി പറയുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ധനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോൾ നീതീകരണം പ്രാപിച്ച നമ്മുടെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ചത് എന്തുവാ? സമാധാനമാണ്. നമുക്ക് ദൈവത്തോടും സമാധാനമുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞേ, തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് എന്ത് ചെയ്തോ? കം ബോൾഡ്ലി, ധൈര്യം എടുക്കുക. അവിടെ ചെന്ന് നിങ്ങൾ തലമുറിഞ്ഞ് നിൽക്കുകയൊന്നും വേണ്ട അല്ലേ? കർത്താവിന് തല കാണിക്കാൻ വേണ്ടി ചിലരൊക്കെ ചിലപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഭാഷ അവിടെ വന്ന് ഭാഷ ധൈര്യമായിട്ട് കയറിപ്പോരെ. ചിലപ്പോൾ എഴുന്നേറ്റ് പുള്ളി എഴുന്നേറ്റ് വെക്കൂ. തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് വാ. പഴമകാലത്ത് അത് പറ്റത്തില്ലായിരുന്നു. ആണ്ടിലൊരിക്കൽ അത് കുറേ കൂടെ ബീഭത്സമാക്കാനായിട്ട് പുരോഹിതൻ്റെ അരയിലൊരു കാലയിലങ്ങോട്ടൊരു ചങ്ങല ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം ദൈവത്തോട്, അപ്പം അതുകൊണ്ടാണ് നമുക്ക് തന്നേക്കുന്നത്, ബിക്കോസ് യു ഹാവ് പീസ് വിത്ത് ഗോഡ്, നിനക്ക് ദൈവത്തോട് സമാധാനം ഉള്ളതുകൊണ്ട് ധൈര്യത്തോടെ. ചിലരൊക്കെ പ്രസംഗം നൽകാൻ നിൽക്കുമ്പോൾ വചനത്തിലില്ലാത്ത പ്രസംഗം കാണുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അന്നേരം അവസരം പറഞ്ഞു പോകുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടാ ഈ വാക്യം?
വേദപുസ്തകത്തിൽ എങ്ങുമില്ല. ഇതുപോലെ തന്നെ ഒരു മണ്ടത്തര ഈ കഴിഞ്ഞ ആഴ്ചയുള്ള എന്നോട് പറഞ്ഞേ, പക്ഷെ നിങ്ങൾ തന്നെ എല്ലാ ആഴ്ചയും ഇവിടെ തിരുവത്താഴം നടത്താൻ. ഞാൻ പറഞ്ഞു, ഒന്ന് ഇത്രയും ആളുകൾക്ക് സമയം ആകെ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൂടി വരുമ്പോഴൊക്കെ തിരുവത്താഴം നടത്തണം എന്നുള്ള ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് വാക്യാണ്? നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെ അല്ലാണ്ട് കൂടി വരുമ്പോഴൊക്കെ എന്നൊരു വാക്യമില്ല വേദപുസ്തകത്തിൽ. കുടിക്കുമ്പോഴൊക്കെ, കൂടി വരുമ്പോഴല്ല. അങ്ങനെ ഒരു വാക്കില്ല, അങ്ങനെ ഒരു വാക്കില്ല. ഇതൊക്കെ പെന്തിക്കോസ്തരായ നമ്മളുണ്ടാക്കിയേക്കുന്ന ചില വാക്യങ്ങളാ. അങ്ങനെയുണ്ട്. ദുഷ്ടനുണ്ട്. പിന്നെ ഞാൻ അതിലേ പോയപ്പോൾ അവനെ കണ്ടില്ല എന്നും കൊണ്ടുവന്നു ബാക്കി വാക്യം. അപ്പം ഞാൻ പറഞ്ഞു തന്നെ ആശയം, വി ഹാവ് പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്യും? വി ഹാവ് ദ പീസ് ഓഫ് ഗോഡ്. പൗലോസ് പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം. ദ വേൾഡ് കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതിനിടെ നിനക്കിതിനെക്കുറിച്ച് ഒരു വിചാരമില്ലാത്ത എന്നാ? എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ അറിയുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. നടന്നില്ലയോ? തമ്പുരാൻ ഇഷ്ടമല്ല? ദൈവത്തിൻ്റെ സമയമായിട്ടില്ല. അതാവുമ്പോൾ നടക്കും. സമയമാവുമ്പോൾ തരും. നീതീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സമാധാനം. തൽക്കാലം ഞാൻ നിർത്താം, ബാക്കി നമ്മൾ നാളെ തുടരും.